കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കടന്നു പോകുമ്പോൾ നാം കരുതും ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരമില്ല, ദൈവം അറിയുന്നില്ല, ദൈവം കാണുന്നില്ല എന്നൊക്കെ നാം ചിന്തിക്കും. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇയ്യോബിനെ പറ്റി സാത്താൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവിടെ പറയുകയാണ്, നീ അവന് ചുറ്റും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? നോക്കിയേ, സാത്താൻ തന്നെ പറയുകയാണ് ഇയ്യോബിനുള്ള സകലത്തിനും ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിരിക്കുന്നു. അതൊരു സത്യമാണ്. എപ്പോഴും നാം തിരിച്ചറിയണം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മളെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവല് തൻ്റെ ജനത്തോട് കൂടെയുണ്ട്. അവനാണ് നമ്മളെ പരിപാലിക്കുന്നത്. ദോഷം വരാതെ, ദോഷം തട്ടാതെ നമ്മെ പരിപാലിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് തന്നെ നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കണം. പിശാചിനെ നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും ഉണ്ട്. പല സമയങ്ങളിലും നാം തിരിച്ചറിയാത്തൊരു കാര്യം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. അവൻ നിൻ്റെ വലത്തുവശത്ത് 1000 പേരും, നിൻ്റെ വശത്ത് 1000 പേരും, നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അപ്പം നമ്മുടെ ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുള്ളത് കൊണ്ട് നമ്മുടെ ചുറ്റും പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നമുണ്ടാകും, അത് നമ്മളെ അടുത്ത് വരുത്തില്ല. ആ ഒരു ഉറപ്പ് എല്ലാ സമയങ്ങളിലും നമുക്കുണ്ടായിരിക്കണം. സാത്താനല്ല ജയിക്കുന്നത്, നാം തന്നെയാണ്. കാരണം നമ്മളോട് കൂടെ കർത്താവുണ്ട്. ദൈവസാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത്. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. തലമുറകൾ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. സാത്താൻ നമ്മളെ തോൽപ്പിക്കത്തില്ല. പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും സാത്താൻ ഇടം കൊടുക്കരുത്. പല സമയങ്ങളിലും നാം ചിന്തിക്കും കർത്താവ് നമ്മുടെ കൂടെയില്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. അല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. അവൻ നമ്മളെ കയ്യിൽ വഹിക്കുന്നവനാ. അവൻ നമ്മളെ കരുതുന്നവനാ. ശന്ദ്രക്കും മേശക്കും അവേന്ദനഹോമും എന്ന് പറയുന്ന സഹോദരങ്ങൾ അവരെ തീച്ചൂളയിലേക്ക് ഇടുമ്പോൾ അവർ ഓർത്ത് ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം ആ തീച്ചൂളയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരുപക്ഷെ ദൂതന്മാർക്ക് ചെല്ലാൻ കഴിയുന്നതിനേക്കാളും വേഗത്തിൽ മനുഷ്യപുത്രന് സമനായ ഒരുവൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ലാസറിൻ്റെ വീട്ടിലേക്ക് യേശു ചെന്നതുപോലെ നമ്മുടെ പ്രതിസന്ധിയിൽ കർത്താവ് കടന്നു വരും. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ബോധ്യം നമുക്കുണ്ടാകണം. ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കാൻ, ഇയ്യോബിൻ്റെ ജീവനെ തൊടുവാൻ സാത്താന് കഴിഞ്ഞില്ല. കാരണം ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കരുതലായിരുന്നു. അതെ, നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ വരുമ്പോഴും നമ്മളെ കരുതുന്ന, നമ്മളെ ഉള്ളംകൈയിൽ വഹിക്കുന്നൊരു ദൈവമുണ്ട്. വചനം പറയുന്നു, അവൻ നിന്നെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്തോടെ അവൻ നിന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. അപ്പം നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ അനുദിനം നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയണം. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സാത്താനല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്, കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം? ദൈവമേ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് അങ്ങനെ നയിക്കണമേ. അവിടുന്ന് അങ്ങനെ മുൻപിലേക്ക് നയിക്കണം. അതെ, കർത്താവ് നിങ്ങളെ മുൻപിലേക്ക് നയിക്കും. കർത്താവിൻ്റെ വേലയിൽ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു പ്രാർത്ഥനയും അതായിരുന്നു, കർത്താവേ, നീ എൻ്റെ തീരുമാനമെടുക്കണം, നീ എൻ്റെ കരങ്ങളിൽ പിടിക്കണം. അതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങളുടെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തവും അതുതന്നെയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിത്യത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഒരിക്കലും പതറിപ്പോകരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ, ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079996010203.